Welcome to Starjam with Chittu Susan. ഇന്ന് നമ്മുടെ ഉള്ളത് is one of the most desirable men in the Malayalam industry. പുള്ളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ he's young, he's smart, he's vibrant. Please welcome Tobino Thomas. Welcome to Starjam, Tobino. Thank you. Tobino അറിയാമായിരുന്നോ that you were selected as one of the most desirable men in Malayalam industry? പിന്നെ അറിയായിരുന്നു. ഞാനത് സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണത്. ഞാൻ കേരളത്തിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ എനിക്കൊരു 100ാം സ്ഥാനം പോലും ഇല്ല. അത്രയും സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഉള്ള സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അതിനിടയ്ക്ക് സിനിമയിൽ അഭിനയിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണിത്. അത് നമ്മൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഈ തമാശയ്ക്കുള്ള പൊങ്ങച്ചം പറച്ചിലുകൾക്ക് ഇടയ്ക്ക് നമ്മൾ കൊച്ചിയിലെ മോസ്റ്റ് ഡിസൈറബിൾ 5ാമനാണ് എന്നൊക്കെ പറയാറുണ്ട്. പൃഥ്വിരാജ് എല്ലാവരും ഉണ്ടെന്ന്. അതായത് ഈ പോപ്പുലാരിറ്റി വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അത്. അതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് കാണുന്നില്ല. പക്ഷേ രസമാണ്. ഒന്നുമില്ലാത്തതിനേക്കാളും രസമല്ലേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ടൊവിനോനെ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഫോർ ABCD മൂവിയിൽ ആക്ച്വലി വൈറ്റ് കദർ ഷർട്ടും ഒരു വൈറ്റ് മുണ്ടും ഒക്കെ ഇട്ട് ഒരു ഗുഡ് ലുക്കിംഗ് പൊളിറ്റീഷ്യൻ. പൊളിറ്റിക്സ് എങ്ങനെ താല്പര്യമുണ്ടോ? പൊളിറ്റിക്സ് താല്പര്യമില്ല. ഇല്ല, താല്പര്യം പൊളിറ്റിക്സിലേക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ABCD ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു അഗ്രസീവ് ക്യാരക്ടറാണ് ചെറുതായിട്ട് പൊളിറ്റീഷ്യൻ ക്യാരക്ടറിന്റെ കൊണ്ട്. ആക്ച്വലി ഇൻ റിയൽ ലൈഫ് ടൊവിനോ അഗ്രസീവ് ആണോ, മൂഡിയാണോ, കാമാണോ? അത് ഇറ്റ് ഡിപ്പെൻസ്. അതായത് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്താണോ എൻ്റെ മൂഡ് അതനുസരിച്ചായിരിക്കും വന്നത് ദിവസം മുഴുവൻ. എനിക്ക് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സെറ്റിൽ യു വർ വിത്ത് ദുൽഖർ സൽമാൻ, അപർണ ഗോപിനാഥൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനകത്ത് ദുൽഖർ സൽമാൻ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സൺ. ഹൗ ആർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹിം? അദ്ദേഹം സൂപ്പർ സ്റ്റാറിന്റെ സൺ ആണെങ്കിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അല്ല പുള്ളി. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പ് തീവ്രം എന്നുള്ള സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കാണുന്നത്, അപ്പം നമുക്ക് ഈ സിനിമയിലെ സ്റ്റാർഡം എന്നൊക്കെ ഉള്ളത് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഒരു ഇതുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത്. റിയൽ ലൈഫിൽ ഞാൻ കാണുമ്പോൾ ഒരു ദിവസം ദുൽഖർ സൽമാൻ വരുമ്പോൾ അവിടെ ചെയറില്ല, പുള്ളി നൈസായിട്ട് തറയിലിരിക്കുന്നു, ഡയറക്ടറുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളി ഒരു സൂപ്പർ സ്റ്റാറിന്റെ മോഡൽ എന്നുള്ള അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അന്ന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. തീവ്രം ആക്ച്വലി യു ഡിഡ് അസിസ്റ്റന്റ് ഡയറക്ടർ. എന്തായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ? അതായത് ആക്ടിംഗിൽ ഒരു വ്യത്യസ്തത. സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ടിങ് മാത്രമല്ല, എനിക്ക് ഈ സിനിമ എന്ന് പറയുന്ന സിനിമ ഒരു മാജിക് ആണ്. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ ചെറുപ്പത്തിലോട്ട് പോകുന്ന ആളാണ്. പോയി ഒരുപാട് നേരം ആൾക്കൂട്ടത്തിൽ നിന്ന് സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ഞാൻ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി ഫസ്റ്റ് ദിവസം തന്നെ കാണും. അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ കാണുന്നതല്ല ഞാൻ ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ കാണുന്നത്. അത് വേറൊരു രീതിയിലാണ്. നമ്മൾ കാണുമ്പോൾ ഒരു ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് രണ്ടുപേരും നിന്ന് സംസാരിക്കുന്ന എടുത്താൽ ഈ ആൾക്കൂട്ടം ക്യാമറയിൽ വരുന്നില്ല. രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ, അതൊക്കെ ഒരു മാജിക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു മാജിക്കാണ്. അതെ, അങ്ങനെ ഞാൻ എനിക്ക് ഡയറക്ടറാവാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സിനിമയിൽ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറുടെ കലയാണ്. ആ ഒരു അത്രയും ഞാൻ ആയിട്ടില്ല. അത് മനസ്സിലായത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. പക്ഷേ മേ ബി 10 വർഷം 20 വർഷം കഴിയുമ്പോൾ എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസും ഒരു കാലിബറൊക്കെ എനിക്ക് തോന്നിയാൽ മാത്രം ഞാനത് ചെയ്യും. ഒരു ഡയറക്ഷൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. യുവർ ഡെബ്യൂ വാസ് പ്രഭുവിന്റെ മക്കൾ ബൈ സജീവ് അന്തിക്കാട്. എത്ര ഓഡിഷൻ കൊടുത്തു ബിഫോർ യു റീച്ച്ഡ് ദാറ്റ് ലെവൽ? അങ്ങനെ ഒരുപാട് ഓഡിഷൻസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു. ഈ ഷോർട്ട് ഫിലിംസിന്റെ DVD ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പം ചിലരൊന്നും ഓഡിഷൻ പോലും വിളിക്കാറില്ല. മലയാള സിനിമയ്ക്ക് പറ്റിയ ലുക്കല്ല, മലയാള സിനിമയിൽ ഇങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വില്ലനെ ആക്കുള്ളൂ. എനിക്കറിയില്ല. അതായത് എൻ്റെ അടുത്ത് പറയുന്നത് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ആൾക്കാരല്ല വേണ്ടത്, കുറച്ചും കൂടെ ഒരു നാടൻ ലുക്കുള്ള ആൾക്കാരാണ് വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഉണ്ട് കാര്യമുണ്ട്. അതായത് ഞാൻ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, എന്നെ അറിയാത്തവർക്കുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം. ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ ഉണ്ട്, കാണാൻ കൊള്ളാമെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ സിനിമയിലേക്ക് കുറ്റിയും പറിച്ച് ഇറങ്ങിയതായിരിക്കാം, ഇവൻ അഭിനയമൊന്നും അറിയില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിലിം ഫെസ്റ്റിവൽസും ഇറങ്ങുന്ന എല്ലാ സിനിമയും നല്ലതെന്നോ മോശമെന്നോ ആരെന്ത് പറഞ്ഞാലും ഞാൻ പോയി എല്ലാ സിനിമയും തിയേറ്ററിൽ നിന്ന് കാണുക,
തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്ത സിനിമ DVD ആയിട്ട് കാണുക, ഇങ്ങനെ ഒരു സിനിമയോടൊരു പാഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ഓഡീഷനോ സ്ക്രീൻ ടെസ്റ്റോ നടത്തിയാലേ അറിയുള്ളൂ. പക്ഷെ ഇവർ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ പലരും വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ മേലൊന്നും ചെയ്യാനില്ല. ജിമ്മിൽ എത്ര വെയിറ്റ് വരെ പൊക്കും? ഇറ്റ് ഡിപ്പെൻസ്. നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ, അതായത് ഓരോ ബോഡി പാർട്ടിനും ഇത്രയും ഇതുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ്സ് ചെയ്യുന്നത് മിക്കവാറും ഞാൻ സ്ക്വാട്ട്സ് ആണ് ചെയ്യുന്നത്, കാലിനാണ്. മറ്റേ പിന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് അല്ല ഞാൻ ഇപ്പൊ നോക്കുന്നത്. ഐ ആക്ച്വലി ഹാവ് എ റീസൺ ഇത് ചോദിക്കാൻ വേണ്ടി. ഞാൻ ഈയിടെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫീഡ് കണ്ടു, യു വെയറിംഗ് എൻ അയൺ മാൻ ടീഷർട്ട്, എന്നിട്ട് ഒരു ഗ്യാസിന്റെ സിലിണ്ടർ പൊക്കി പല പോസിൽ നിൽക്കുന്നു ടൊവിനോ തോമസ്. അത് ആക്ച്വലി യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിന് വേണ്ടിയിട്ട് അത് ശരിക്കും റിയൽ ഗ്യാസ് സിലിണ്ടർ അല്ല. എനിക്കറിയാം, ഞാൻ ചോദിക്കാം സത്യം ഫൈബർ ആണോ? അത് ഫൈബറാണ്, പക്ഷെ അത് ഭയങ്കര റിയൽ ലുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ പോസ്റ്റ് ഇട്ടുന്നുള്ളൂ. അത് കുറെ പേരൊക്കെ വിശ്വസിച്ചു, കുറെ പേരൊക്കെ ഇതാർക്കും പറ്റും എന്നുള്ളത്. ഇതാർക്കും പറ്റില്ല ഗ്യാസ് കുറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട്. അത് ഫൈബർ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഇരുമ്പിന്റെ ഒന്നും പറ്റുന്നില്ല. ഞാനത് മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. അതിൽ ക്യാരക്ടർ ഒരു ട്രെയിനറാണ്, അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രൊമോഷന്റെ ഇത് മാത്രം. ഇൻ യുവർ ട്രാവൽ ഡയറീസ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരുപാട് വിദേശത്തൊന്നും ഒരുപാടൊന്നും പോയിട്ടില്ല, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇന്ത്യയിൽ തന്നെ. എനിക്ക് ആദ്യം ട്രാവൽ ചെയ്യണമെന്നൊക്കെ തോന്നാനുള്ള കാരണം, ഞാൻ ഒരു പാർട്ടിക്കിടയ്ക്ക് ഞാനൊരു ഫ്രഞ്ചുകാരനെ പരിചയപ്പെട്ടു. അപ്പോൾ അയാൾക്കറിയുന്ന പകുതി കാര്യങ്ങൾ പോലും എനിക്ക് എൻ്റെ ഇന്ത്യയെ പറ്റി അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാനൊരു അമീഷ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ ശിവ ട്രയോളജി ഉണ്ട്, അതില് വായിക്കുമ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളെ പറ്റി അപ്പൊ ആ ഒരു ഇതിലൊക്കെ മൂത്തിട്ട് ഞാൻ ഹിമാലയത്തിലൊക്കെ പോയിട്ട് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ കുറെ കാലം ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു, പിന്നെ കുറച്ചു കാലം മനാലിയിലുണ്ടായിരുന്നു. എലോൺ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏത് എലോൺ അല്ലെങ്കിൽ നമ്മുടെ വേവ് ലെങ്ത് അത്രയും മാച്ച് ആവുന്ന ആൾക്കാർ, അങ്ങനെയാണെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. എന്നിട്ട് അവിടുത്തെ ഒക്കെ എക്സ്പീരിയൻസസ് എങ്ങനെ ഉണ്ടായിരുന്നു? വാസ് മോസ്റ്റ്ലി ഒരു സീനിക് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ, അതോ ഒരു അഡ്വഞ്ചർ സ്പോർട്സ്, ഒരു ത്രില്ലർ, എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അത് അഡ്വഞ്ചർ ആയാലും ഈ സീനിക് ബ്യൂട്ടി എന്ന് മാത്രമല്ല, ആ ഒരു അങ്ങനെയുള്ള സ്ഥലത്ത് പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സോളിറ്റ്യൂഡ്, ആ ഒരു അവസ്ഥയുണ്ട്, അതാണ് ഞാൻ കൂടുതലും വാല്യൂ ചെയ്യുന്നത്. ഇൻ മോസ്റ്റ് കേസസ്, അതായത് ഒരു സിനിമ എടുക്കുമ്പോൾ യോർ നെയിം അതും ക്യാരക്ടറിന്റെ പേരും ഒന്നാവുന്നത് ഇസ് ആഫ്റ്റർ യു ബിക്കം എ സൂപ്പർ സ്റ്റാർ ഓർ അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് സെലിബ്രിറ്റി എന്നൊക്കെ ആകുമ്പോഴാണ് പൊതുവെ വരുന്നത്. അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ബട്ട് യോർ യൂട്യൂബ് ബ്രൂട്ടസിന്റെ പേര് ഫോർ യു ഇസ് ടൊവിനോ ഇറ്റ്സെൽഫ്. പക്ഷെ അതിന്റെ അർത്ഥം എന്തുവാ? അത് സത്യം പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല അതിന്. അർത്ഥം ഇനി ഞാനായിട്ട് ഉണ്ടാക്കണം എൻ്റെ പേരിന് അർത്ഥം. ഞാനൊരു ഉപേക്ഷയോട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, സിനിമയ്ക്ക് പോകുമ്പോട്ടെ, ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ പേര് ആർക്കും അറിയില്ല. കാണുന്നവർ ചിലപ്പോൾ അഖിലേഷ് വർമ്മ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എബി എന്ന് വിളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തരുൺ എന്ന് വിളിക്കുന്നവരുണ്ട്. ഈ ടൊവിനോ എന്നുള്ള പേര് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള പേരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ അനുഭവിച്ചു വരുന്നൊരു കാര്യമാണ്, ടൊവിനോ എന്നുള്ള പേര് ഒരുപാട് പേർക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ എൻ്റെ പേര് കൂടെ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെയ്ത്. പിന്നെ ആ ക്യാരക്ടറിന് ടൊവി എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന് അതിൽ നല്ല മാച്ച് ആയിട്ടുള്ളൊരു പേരില്ല. എന്നും എൻ്റെ മൊയ്തീൻ ഇപ്പം ഈ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ ഐ വാച്ച്ഡ് ഇറ്റ്. അതിനകത്ത് എനിക്ക് തോന്നിയത് ഒരു അവാർഡ് ഫീൽ ഉള്ള ഒരു മൂവി ആണെന്നാണ്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ സ്ക്രിപ്റ്റിന്? അതായത് അവാർഡ് കിട്ടിയേക്കാവുന്ന ഒരു സിനിമയാണ്, പക്ഷെ ഒരു അവാർഡ് പടം എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ പടമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ്, റൊമാൻറ്റിക് ആണ്. സത്യം പറഞ്ഞാൽ ഈ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പൊ ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം, അദ്ദേഹം ആ സമയത്ത് ഒരു റോക്ക് സ്റ്റാർ ആണ്, ഒരു ഹീറോ ആണ് പുള്ളി ആ സമയത്ത് ആ നാട്ടിലെ. പുള്ളി എന്താ പറയാ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു സ്പോർട്സ് മാഗസിൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. പുള്ളി ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, മുക്കം ഫുട്ബോൾ ടീമിന്റെ പ്രധാന കളിക്കാരനായിരുന്നു. അങ്ങനെ അതേ ഒരു സിനിമ എടുത്തിട്ടുണ്ട്, സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ പുള്ളി എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചൊരു അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എടുക്കുമ്പോൾ അതൊരു പ്ലെയിൻ അവാർഡ് സിനിമ ആവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുമ്പോൾ, അവരുടെ ലവ് സ്റ്റോറിയൊക്കെ വരുമ്പോൾ അത് അത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ബിറ്റ്വീൻ, എനിക്ക് തോന്നുന്നു, മൊയ്തീൻ ആൻഡ് കാഞ്ചന.
കാഞ്ചനമാല എന്നാണ് ആ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കാഞ്ചനമാല എന്ന് പറയുന്ന അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരിൽ നിന്ന് വന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ സിനിമ എടുക്കണം എന്നുള്ളത്. ആക്ച്വലി ഇതിന്റെ ഡയറക്ടർ വിമൽ. അപ്പൊ അദ്ദേഹം ഈ കാഞ്ചനമാലയെ കണ്ട് അവരുടെ കഥ അറിഞ്ഞ് ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു ആദ്യം, ജലം കൊണ്ട് മുറിവേറ്റുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ആദ്യം ഞാനും കാണുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അത് തന്നെ കണ്ടപ്പോൾ അത് ഒരു ഭയങ്കര ഫീലായിരുന്നു. അപ്പോൾ ഈ സിനിമയും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു വന്നിട്ടുണ്ട്. അതായത് ഒരു മഴയാണ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ. മഴയുടെ പല ഒരു ഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിന്റെ ഭാവം അനുസരിച്ച് മഴ മാറുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഫീൽ ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എൻ്റെ ക്യാരക്ടർ പെരുമ്പറമ്പിൽ അപ്പു എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ പ്ലെയർ ആണ്. ഈ മുക്കം ഫുട്ബോൾ പെരുമ്പറമ്പിൽ അപ്പുക്കുട്ടൻ എന്നാണ് ഈ ക്യാരക്ടറിന്റെ ശരിക്കും പേര്. അപ്പോൾ അപ്പുക്കുട്ടൻ കാഞ്ചനമാലയുടെ, അതായത് ഈ ക്യാരക്ടർ പാർവതി എന്ന ക്യാരക്ടറിന്റെ മുറച്ചെറുക്കനാണ്. അതേസമയം തന്നെ പൃഥ്വിരാജ് ചെയ്യുന്ന മൊയ്തീൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇവർ ഒരുമിച്ച് ഒരു ഫുട്ബോൾ ടീമിൽ കളിക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളാണ്. ഒന്നുമില്ല, കുത്ത് 3 ഉള്ളൂ. ചത്തു എന്നാ കേട്ടത്.